സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന 1 ഏക്കർ സ്ഥലത്ത് അപ്പനിങ്ങനെ എല്ലാ സമയത്തും കർഷകപ്പണിയാണ്, നിറച്ച് വാഴയും കാച്ചിലും ചേമ്പും ഒക്കെയാണ് വീട്ടിൽ. അപ്പൻ ഒരിക്കലും കത്തി എപ്പോഴും അപ്പനെ കാണുമ്പോഴെപ്പോഴും മുണ്ട് കൊടുത്ത് കത്തി പിടിച്ചിരിക്കണം കാണാം. എന്ന് എപ്പോഴും ഇങ്ങനെ തിച്ചിക്കുകയും ചെയ്യുകയും തടവെടുത്തും മണ്ണിട്ടും വെള്ളമിട്ടും പായൽ വാരി വെച്ച് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പം എൻ്റെ നല്ല ഓർമ്മയുള്ള സമയത്തൊക്കെ. പക്ഷെ ചില സമയത്ത് അപ്പം 12 തിരി കത്തിക്കും 12 മണിക്ക്. അപ്പം 12 തിരി ഉച്ച 12 മണിക്ക് 12 തിരി കത്തിക്കുന്ന ഇടയിൽ 12 മണിക്ക് എന്നിട്ട് അപ്പനെയും ഒറ്റ മുണ്ട് കൊടുത്ത് വേർത്തൊലിച്ച് കൈയും പിടിച്ച് നിൽക്കണേ കാണാം. എന്നിട്ട് അപ്പം വന്നിരുന്നിട്ട് കുറേ സമയം ഇരുന്നിട്ട് പ്രാർത്ഥിക്കണേ കാണാം. എന്നിട്ട് രാത്രി ആകുമ്പോൾ അമ്മയോടും അച്ഛനോടും ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ ആ വീട്ടിലെ കഥ പറയും. ഓരോ വിഷയം വരുമ്പോൾ, ഒരു എക്സ്ട്രാ വിഷയം വരുമ്പോൾ, ജീവിതത്തിൻ്റെ ലോഡ് തന്നെത്താൻ എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ 12 തിരി കത്തിക്കണത്. എന്നിട്ട് 12 മണിക്ക് വേർത്തൊലിച്ച് മുട്ട നിൽക്കുന്നത് പ്രാർത്ഥിക്കണത്. അപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടി വരുമ്പോൾ അപ്പം ചെയ്യണ പരിപാടിയാണത്. അപ്പോൾ ഇത് കണ്ടാണ് ഞാൻ വളർന്നത്. എന്നിട്ട് അപ്പൻ അതിനെ അതിജീവിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പനങ്ങനെ ആരോടും സംസാരിക്കുകയോ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യും. എപ്പോഴും ജോലിയും കുടുംബങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. പക്ഷേ അപ്പൻ സംസാരിക്കണ ഈശോയോട് സംസാരിക്കുക, അമ്മയുമായിട്ട് അപ്പന് നല്ല ബന്ധമാണ്. അപ്പന് പറയാൻ ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. അതാണ് വിഷയം. അപ്പനും ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് അപ്പന് പറയാൻ ആളുണ്ട്, എന്താണ് അപ്പന് കേൾക്കാനും ആളുണ്ട്. കാര്യം അത് നിസ്സാര ബന്ധമല്ല. ഹൈദരാബാദിൽ നിന്ന് പോരുമ്പോൾ അപ്പൻ ആപ്പടെ വീട്ടിൽ കൊണ്ടുവന്നത് ഈ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോർ കീപ്പറായിരുന്നു. ജോലിയില്ലാഞ്ഞ കാലത്ത്, അന്നത്തെ 10ാം ക്ലാസ്സാണ്, ഒരു സ്റ്റോർ കീപ്പർ ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ സ്റ്റോർ അടച്ച് അപ്പൻ ജോലിയില്ലാതെ വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന ലൂർദ് മാതാവിൻ്റെ രൂപമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ലൂർദ് മാതാവിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ലൂർദിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചു ഫ്രാൻസിൽ. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടുന്ന് അപ്പൻ ചെയ്തത് തന്നെ ഞാൻ ചെയ്തത്. അപ്പൻ്റെ രൂപം അപ്പൻ്റെ കാലത്ത് തന്നെ പൊട്ടിപ്പോയായിരുന്നു. അന്ന് അപ്പം മരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അപ്പം മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ രൂപം വീട്ടിലില്ല. ഞാൻ വീട്ടിൽ പോയി, വീട് എല്ലാവരും മരിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമായി, പെങ്ങൾ മാത്രമായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി ഒരു JCB എടുത്ത് എൻ്റെ പറമ്പ് മൊത്തം കളപ്പിച്ച് ആ ലൂർദ് മാതാവിൻ്റെ പൊട്ടി രൂപം കണ്ടെത്താൻ വേണ്ടി. എത്ര രൂപ മുടക്കി? അന്ന് കുടുംബത്തിൽ വെച്ച് എൻ്റെ കുഞ്ഞുനാളിൽ പ്രാർത്ഥിച്ച ആ രൂപം കണ്ടെത്താൻ വേണ്ടി ഒരു JCB എടുത്ത് 3 ദിവസം വീട് മുഴുവൻ ആ പറമ്പ് മുഴുവൻ കിളപ്പിച്ച് ആ രൂപം കണ്ടെത്താൻ വേണ്ടി. കിട്ടിയില്ല. ഞാൻ അവസാനം ലൂർദിൽ പോയി ധ്യാനിപ്പിച്ചപ്പോൾ, ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലൊരു രൂപം ഉണ്ടായിരുന്നു, അത് എവിടെന്നെങ്കിലും വാങ്ങിക്കണം, ലൂർദിൽ വന്നിരിക്കണത് അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ പോയി സിസ്റ്റർ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഷീബ സിസ്റ്റർ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ $25 ഒരു രൂപം വാങ്ങിച്ച്. അപ്പോൾ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന അതേ രൂപം അതിന്. അപ്പോൾ എന്താ പ്രശ്നത്തിൽ നമ്മൾക്കിതൊക്കെ സീരിയസാണ് വിഷയം. ഇതൊക്കെ ഒരു അനുഷ്ഠാനം പോലെ ചെയ്യുകയല്ല, ഇത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം പോലെ ചെയ്യുകയാണ്. അനുഷ്ഠാനവും അടിസ്ഥാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പന് പറയാൻ ആളുണ്ടായിരുന്നു, അപ്പന് കേൾക്കാനും ആളുണ്ടായിരുന്നു. അത് ആണ് സീരിയസ് വിഷയമാണ്. നമ്മൾ ദൈവമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ വിനീഷയുടെ സാക്ഷ്യം എന്താ? വിനീഷ പറയണത്, ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൽ പറഞ്ഞ ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ ആ ക്ലാസ്സൊക്കെ കേട്ട് ആ ഉടമ്പടിയെ കുറച്ച് നിറച്ച വസ്തുക്കളൊക്കെ കിട്ടി, ഉടമ്പടി ചെയ്തു. ഞാനതൊക്കെ പാലിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ തട്ടണില്ല ഈ വിഷയങ്ങളൊന്നും. കാര്യം ഞാനിങ്ങനെ അവിടെ ക്ലാസ് കേട്ടനുസരിച്ച് ആ യാന്ത്രികമായിട്ട് ചെയ്തു പോകുകയാണല്ലോ. എനിക്കാണെങ്കിൽ ടെൻഷനൊന്നും മാറണമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല. ടെസ്റ്റുകൾ പലതും എഴുതുന്നുണ്ട്, പല എലിജിബിലിറ്റി ടെസ്റ്റും PhDക്ക് വേണ്ടി എഴുതണമെല്ലാം പൊട്ടണുണ്ട്. ഞാൻ ആ പട ലെഫ്റ്റ് ഇൻ ദി എയറാണ്. അവസാനം ഞാൻ ഉടമ്പടി തന്നെത്താൻ പുതുക്കിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് ഉടമ്പടിയെക്കുറിച്ച്. അപ്പോൾ ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി.
അപ്പോഴെനിക്ക് സീരിയസ് ആയിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയത്തില്ലേ, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ എന്ന് പറയത്തില്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഉടമ്പടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലർക്ക് ഒരു പകുതി പേർക്ക് ഉടമ്പടി ഫലപ്രദമാകത്തില്ല. എന്താ കാര്യം? അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അവർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പുതുക്കി കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഇത് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് സീരിയസ് ആയി അവർ. അപ്പോഴുടനെ ഇവൾക്ക് ടെസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്നുള്ള വാഗ്ദാനമല്ലേ. അപ്പോൾ ദൈവം അത് പാലിക്കും. നമുക്ക് എന്ത് ജോലി ചെയ്യണം, എവിടെ പോയി രാജ്യത്ത് വർക്ക് ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണം, നമുക്കൊരു ഐഡിയയും ഇല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ട് നല്ല ആഴമായൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ ഐഡിയ തന്നുകൊണ്ടിരിക്കും, ക്ലിയർ ചെയ്യും നമ്മളെ. അതാണ് നമ്മൾ പറയണത്, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ഇത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. എന്താണ്? നമ്മൾ ഈ ജീവിതത്തിൽ പോകേണ്ട വഴി നമ്മളെ കാണിക്കും. പോകേണ്ട വഴിയെന്ന് വെച്ചാൽ ഓൾ സെലക്ഷൻസിന് ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ സുഖത്തോടും എൻ്റെ പേര് മിനി ജോജോ. ഇത് ഹസ്ബൻഡ് ജോജോ. ഇത് ഞങ്ങളുടെ മോള് അനയ മരിയ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. 19ാമത്തെ വർഷമായപ്പോഴാണ് ഞാൻ കൺസീവ് ആകുന്നത്. അതിനു മുമ്പ് 9/1/2020 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി ആദ്യം എടുക്കാതിരുന്നത്, ഉടമ്പടി എടുത്ത് 90 ദിവസമാണ് ഉടമ്പടിയുടെ കാലാവധി. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയുള്ള കാരണം കൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് ആദ്യം ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ ഓർമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, അപ്പം തന്നെ ഞാൻ കൺസീവ് ആകും. അപ്പം പിന്നെ ചിലപ്പം യാത്ര ചെയ്യാനൊന്നും പറ്റിയല്ലോ എന്നോർത്തുകൊണ്ടാണ് ഹസ്ബൻഡിനെ കൊണ്ട് ആദ്യം ഉടമ്പടി എടുപ്പിച്ചത്. കഴിഞ്ഞ 9/1/2020 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണുകയും ജോസഫച്ചൻ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഈശോയോട് പോയി പറഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ഈശോയുടെ അടുത്ത് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഈശോയോട് പറഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ലൊരു സുഗന്ധം കിട്ടുമായിരുന്നു മാതാവിൻ്റെ. അപ്പം ഞാൻ ഓർക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ മാത്രമാണോ അതെയോ ഫോമൊക്കെ കിട്ടുമ്പോഴാണ് അവിടെ ഇരിക്കുമ്പോഴും കിട്ടും, അത് കഴിഞ്ഞ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും എനിക്ക് സുഗന്ധം കിട്ടും, പിന്നെ ഇതിൽ പാസ് ചെയ്ത് പോകുമ്പോഴാണേലും കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പുതുക്കിയപ്പം എനിക്ക് 3 തിരിയാണ് കിട്ടിയത്. ആ 3 തിരി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 3 തിരിയാണ് കിട്ടിയത്, എന്തായാലും നമുക്ക് 3 കുഞ്ഞുങ്ങളെ തരും എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ആ മാസം തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാതാവ് ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് ഒന്നും പറഞ്ഞില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ മാസം തന്നെ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ കൺസീവായി. 2025 ഏപ്രിൽ 28 ഞങ്ങൾക്ക് ഈ മോളെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ എപ്പോഴും, ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴാണേലും വയറിൽ തൈലം പറ്റിക്കൊണ്ട് പോകും. എന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ അവിടെ ഇരിക്കുന്ന റേഡിയോളജിസ്റ്റ് അല്ല സ്കാൻ ചെയ്യുന്നത്, അമ്മ വേണം വന്ന് എൻ്റെ കൂടെ വന്ന് സ്കാൻ ചെയ്യാനായിട്ട്. ഇത്രയും നാളായിട്ടും ഒരു കോംപ്ലിക്കേഷനും കൂടാതെയാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മാതാവ് തന്നത്. പിന്നെ എപ്പോഴും ഉപ്പും തൈലവും പറ്റിക്കൊണ്ടാണ് ഞങ്ങൾ എവിടെയാണേലും പോയിക്കൊണ്ടിരുന്നതും. രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 20 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും നമുക്ക് വീട് മാറിക്കൊടുക്കേണ്ടി വരും. വീട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ്. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വീട് കാണാൻ പോയി, OLXൽ ഇങ്ങനെ ഒരു വീട് കണ്ടു, വീട് കാണാൻ പോയി. കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഇതെല്ലാം. ഇതാണ് മാതാവ് തരുമ്പം എല്ലാം ഒന്നിച്ച് തരും എന്ന് പറയുന്നതിൻ്റെ, ഞാൻ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. മാതാവ് തരുമ്പോൾ ഓരോരുത്തർ പറയും മാതാവ് തരുമ്പോൾ എല്ലാം ഒന്നിച്ച് തരുമെന്ന്. ഞാൻ അത് കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഒരു മാതാവ് തന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് കുഞ്ഞിനെ തന്നു, വീട് തന്നു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 ലക്ഷത്തിന് മേളിലുള്ളൊരു വീടാണ്. ആ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഹസ്ബൻഡിന് വീട് ഇഷ്ടമായി. അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞിന് ഇത് ഡെലിവറി ചെയ്തിരിക്കുന്ന സമയമായ കാരണം കൊണ്ട് ഞാൻ കാണാൻ പോയില്ല, ആദ്യം ഹസ്ബൻഡാണ് പോയത്. അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഹസ്ബൻഡിന് വീട് ഇഷ്ടമായി. ഹസ്ബൻഡ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു വീട് കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു. മാതാവ് നമുക്ക് തരാനുള്ളതാണെങ്കിൽ തരുമെന്ന് പറഞ്ഞു. അതായത് ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 ലക്ഷത്തിന് മേളിൽ വീടുണ്ട്. അതിൻ്റെ വില കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് മാതാവ് ബ്രോക്കറിലൂടെ ഇടപെട്ട് ഞങ്ങൾക്കത് വെറും ഒരു 41 ലക്ഷം രൂപയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് തന്നു. അതായത് ഞങ്ങൾക്ക് ആ വീട് ഉറപ്പിച്ചതിന് ശേഷം ആ വീട് ഓണർക്ക് ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു, വില കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു അത്. ആ ബ്രോക്കറിലൂടെയാണ് മാതാവ് ഞങ്ങൾക്ക് ഇടപെട്ട്. ബ്രോക്കർ പറഞ്ഞു ഇത് കൈ കൊടുക്കുക, ഇത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് ആ ഓണറോട് പറഞ്ഞിങ്ങനെ ഉറപ്പിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ആ വീട് കിട്ടിയത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 2023 ഡിസംബർ 26 അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങൾ വാഗമണിനൊരു ട്രിപ്പ് എല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി പോയതായിരുന്നു. അപ്പം ഞങ്ങളുടെ കാറിൽ എൻ്റെ 2 ആങ്ങളമാരുടെ പിള്ളേർ, ചേച്ചിയുടെ 2 പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു തിരിച്ചു വന്ന വഴിക്ക് കാഞ്ഞാറെന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ഇറക്കമാണ്. കാറിൻ്റെ ബ്രേക്ക് ഫെയിലായി. വണ്ടി ഭയങ്കരമായിട്ട് സ്പീഡിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് പറഞ്ഞു, പണി കിട്ടി പ്രാർത്ഥിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ പിള്ളേർക്കൊന്നും മനസ്സിലായില്ല, എന്താ പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഹസ്ബൻഡ് വളരെ ആത്മീയതയിൽ വളരുന്ന മനുഷ്യനാണ്. അപ്പം അന്നേരം മീൻസ് എന്നെക്കാളും ഇതുണ്ട്. അപ്പം ഹസ്ബൻഡ് ഇത്രയും മനസ്സിൽ പ്രാർത്ഥിച്ചു. എനിക്ക് പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്, എനിക്ക് കൃപാസനത്തിൽ വരാനുള്ളതാണ് മാതാവേന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ ഒരു വഴി കണ്ടു, ആ വഴിയിലോട്ട് കാർ അങ്ങോട്ട് പറന്ന് കയറുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഒന്ന് സ്ലിപ്പാകുമായിരുന്നെങ്കിൽ താഴെ വലിയൊരു കൊക്കയായിരുന്നു. ഞങ്ങൾ 4 ഫാമിലി മൊത്തം തകർന്നു പോയേനെ, ആരും അവശേഷിക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ കൂടി നിന്നവർ ഇങ്ങനെ വന്നവർ ചോദിച്ചു, ആർക്ക് എന്താ പറ്റിയേ, ആരെങ്കിലും മരിച്ചോ? കാരണം ആ വളവിൽ ഞങ്ങളുടേതൊരു 9ാമത്തെ ആക്സിഡൻ്റ് ആയിരുന്നു. ആ ആക്സിഡൻറ്റിൽ അതുവരെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വണ്ടിയിൽ മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച തൈലവും ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ആ ഇടപെടൽ കാരണം ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. ഇതാണ് കാറിൻ്റെ ഫോട്ടോ. ടയർ 4 മേളിലോട്ടായിരുന്നു.
വണ്ടിയുടെ ചില്ലൊക്കെ പോയി, വണ്ടി മൊത്തം പോയി. പക്ഷേ ആർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഞങ്ങളെ രക്ഷിച്ചതിന് മാതാവിനോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തീരാത്ത നന്ദിയും കടപ്പാടുമാണ് കൃപാസന മാതാവിനോടുള്ളത്. ഞങ്ങളുടെ രൂപക്കൂട്ടിൽ തന്നെ മാതാവിനെ അത്രയേറെ ഇതോടുകൂടി ഈശോയുടെ സ്ഥാനത്തല്ല, ഈശോയുടെ സ്ഥാനം കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനൊരു സ്ഥാനം കൊടുത്ത് ഇരുത്തിയേക്കുവാണ്. ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളിവിടെ വന്ന് എനിക്ക് ഏറ്റവും ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ വളരുവാനുള്ള അനുഭവമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ചകളിലായാലും വർക്കിനിറങ്ങും. രാവിലത്തെ വർക്ക് രാവിലത്തെ കുർബാന വൈകിട്ടത്തേക്കാക്കും, വൈകിട്ടത്തെ കുർബാന അടുത്ത ആഴ്ചത്തേക്കാക്കും. ഇതായിരുന്നു എൻ്റെ ശരിക്കുമുള്ള രീതി. പക്ഷേ ഇവിടെ വന്നു തുടങ്ങിയ ശേഷം കുർബാനയിലേക്ക് ശരിക്കും അടുക്കാനും എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് മാക്സിമം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാനും ഉള്ള അനുഗ്രഹം ഈശോ എനിക്ക് തന്നു എന്ന് ഞാൻ പറയും. മാതാവിൻ്റെ മധ്യസ്ഥതയെ തന്നു എന്ന് ഞാൻ പറയും. അതോടുകൂടി കുമ്പസാരിക്കാൻ ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പാപങ്ങൾ കേട്ട് പഠിച്ചു. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ മനസ്താപപ്പെടുകയോ ഒന്നും ചെയ്യാതെ കുമ്പസാരിച്ച് അച്ഛനോട് കുറച്ച് വാക്കുകൾ പറഞ്ഞ് കേൾപ്പിക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ കുമ്പസാരം. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കി അച്ഛൻ്റെ ടോക്കുകൾ കേട്ട് സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് കുമ്പസാരം, എന്താണ് നമ്മുടെ ആ കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഭംഗിയായിട്ട് അതിലൂടെ ജീവിക്കാൻ ശ്രമിക്കുകയും എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ പോയി 2 ആഴ്ചയിലൊരിക്കൽ തന്നെ കുമ്പസാരിച്ച് ഈശോയുടെ അടുക്കുവാനും ആ സ്നേഹത്തിൽ വളരുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. പിന്നീട് ഇവിടെ വന്നതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ അപേക്ഷ കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രേക്ഷിതനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈശോയ്ക്കും മാതാവിനും വേണ്ടി കൃപാസനത്തിലേക്ക് വന്ന് ഒരു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടെ പറയുന്ന എന്ത് ജോലിയും ചെയ്യുവാൻ തയ്യാറായി വരാനുള്ള കൃപ ദൈവം തന്നു. ഇതൊക്കെയാണ് എനിക്കുണ്ടായ ഏറ്റവും കൂടുതലുണ്ടായ അനുഭവങ്ങൾ. ഇതിനെ ഓർത്ത് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. കാരണം ഈ പ്രവൃത്തികളായിട്ട് വൃദ്ധസനത്തിൽ പോകുന്നുണ്ട്. പത്രമായാലും എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ മേടിക്കും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ട്രെയിനിൽ പോണ വഴിക്ക് തന്നെ ഓരോരുത്തർ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് കൂട്ടം നല്ലൊരു ജനമായി കഴിയുമ്പോൾ അവരോട് ഓരോരുത്തരോടും വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ വഴികളിൽ വരെ പത്രം കിട്ടിയിട്ടുണ്ട്. ഓരോ ബസ് സ്റ്റോപ്പിൽ വരെ എനിക്ക് അവിടെ നിന്ന് പത്രം കിട്ടിയിട്ടുണ്ട്. അവിടെ ആൾക്കാർക്ക് പറയാതെ കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു നോട്ടീസാണെന്നോർത്ത് ഇത് മേടിക്കും, കുറച്ച് നേരം ഒന്ന് മറിച്ച് നോക്കും, അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇടും ചിലപ്പം ചില ആൾക്കാർ. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുത്താൽ അത് മാത്രമാണ് ആവശ്യക്കാരുടെ കയ്യിലെത്തുകയുള്ളൂ നമ്മുടെ പത്രം. അതാണ് എൻ്റെ അനുഭവങ്ങൾ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധമായ ഈ അൾത്താരയിൽ നിൽക്കാൻ ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യം തന്നെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസി, ഇത് ഹസ്ബൻഡ് ഡാർവിൻ. ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞ് എസ്ലിൻ. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2016 ഡിസംബർ മാസത്തിലാണ്. 2017 മുതൽ 2022 വരെ ഞങ്ങൾ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായി പോയി. ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും പ്രസിദ്ധമായ 2 വലിയ ആശുപത്രികളിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. 2022 ആയപ്പോഴേക്കും മൂവാറ്റുപുഴയിലെ ഒരു ഫേമസ് ആയ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നോർമലായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല, IVF പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡോണറുടെ എഗ്ഗ് ഉപയോഗിച്ച് IVF ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് 2022 സെപ്റ്റംബർ 3 ഞാൻ ഇന്നും ഓർക്കുന്നു, ആ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ നിന്ന്
കണ്ണുനീരോടുകൂടെ രാത്രി ഒരു 11:30 ആയപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. അതിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അമ്മ മാതാവേ, കുഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇനി ഒരു ആശുപത്രിയിലും ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവുകയില്ല. എൻ്റെ ദൈവത്തിന് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നീ ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്മ മാതാവ് വഴി നീ ഞങ്ങൾക്ക് വാങ്ങിത്തരണം. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് 2022 അവസാനിപ്പിച്ച് പോന്നു. 2022 നവംബർ മാസത്തിൽ ഞാൻ വീണ്ടും വന്ന് 2018 എടുത്ത ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം 2023 ആയപ്പോഴേക്കും ജോസഫ് അച്ചനെ കാണാൻ ഒരവസരം ലഭിച്ചു. അച്ഛനെ കാണാൻ വന്നപ്പോൾ ഈ അൾത്താരയിൽ നിന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് നീ ഇവിടെ നിന്ന് സന്തോഷമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരുടെയും കവിളിൽ അച്ഛൻ ഒന്ന് തട്ടി. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ പോയി. അതിനുശേഷം 2 വർഷം 2023 ജപമാല റാലിയിൽ, 2024 ജപമാല റാലിയിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എങ്കിലും കുറച്ച് സമയം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. 2025 മാർച്ച് മാസത്തിൽ വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈവിട്ടെടുത്തു നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റുമില്ലാതെ, ഒരു ഡോണറുടെ എഗ്ഗുമില്ലാതെ ഈശോ ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി. ഞാൻ നോർമലായിട്ട് കൺസീവായി. 7 മാസം വരെ ഞാൻ ജോലിക്ക് പോയി. യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല. 7-ാം മാസത്തെ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്ലാസൻ്റെ താഴെയാണ്, എപ്പോൾ വേണമെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകാം, ഇനി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലീവാക്കി റെസ്റ്റ് എടുത്തു. അപ്പോൾ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റൽ മാറേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ പറഞ്ഞു, ഇവിടെ തന്നേക്ക് സി സെക്ഷൻ ചെയ്യേണ്ടി വരും, അതിനുള്ള ഫെസിലിറ്റി, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ തന്നെ പോകാൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞത്, എപ്പോൾ വേണമെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകാം, ഏത് നിമിഷവും താൻ കരുതിയിരിക്കണം, ബാഗ് പാക്ക് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അമ്മ മാതാവ് എനിക്ക് ദാനമായി തന്ന കുഞ്ഞാണ്, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, മാസം തികഞ്ഞു തന്നെ നിൻ്റെ കുഞ്ഞിന് നീ ജന്മം നൽകുമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ 37 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് സി സെക്ഷനിലൂടെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവ് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 2019 ഞാൻ എഴുതിയ പരീക്ഷ 2014 ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് 2017 പരീക്ഷ എഴുതിയിരുന്നു. എങ്കിലും ഒരുപാട് പ്രതീക്ഷയൊന്നും ഞാനതിൽ വെച്ചിരുന്നില്ല. 2018 ഉടമ്പടി പുതുക്കി എടുത്ത സമയത്ത് ഞാനതൊരു നിയോഗമായി അമ്മയുടെ മുമ്പിൽ അർപ്പിച്ചിരുന്നു. 2018 അവസാനത്തിൽ റാങ്ക് ലിസ്റ്റ് വരികയും ഞാനതിൽ നല്ലൊരു റാങ്കിൽ ഉൾപ്പെടുകയും അതിൻ്റെ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2019 ജൂൺ മാസത്തിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും വെറും 3 മാസത്തിൻ്റെ ഉള്ളിൽ ഒക്ടോബർ മാസം 21-ാം തീയതി അമ്മ മാതാവ് എനിക്ക് ഗവൺമെൻറ് സർവീസിൽ അധ്യാപികയായി ജോലി തന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയങ്ങളിലും കേട്ടറ്റ് എന്ന കാറ്റഗറി 1ഉം 2ഉം ഞാൻ ഒരു ദിവസമാണ്, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത്. രാവിലെ കാറ്റഗറി 1ഉം ഉച്ചകഴിഞ്ഞ കാറ്റഗറി 2ഉം രണ്ടും ഞാൻ ഒരേ ദിവസം പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ എൻ്റെ കഴിവുകൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അമ്മ മാതാവ് പരീക്ഷ നല്ല രീതിയിൽ പാസ്സാകാൻ എന്നെ അനുവദിച്ചു. അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം കിട്ടുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അക്രൈസ്തവരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും പറഞ്ഞ് അവരോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യാറ്. എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ വരാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കോട്ടയത്താണ് ജോലി സംബന്ധമായി താമസിക്കുന്നത്.
അവിടെ ഞങ്ങൾ രണ്ടും മാത്രമാണുള്ളത്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഞങ്ങൾ ആഹാരം പാകം ചെയ്ത് കോട്ടയം ടൗണിൽ വഴി സൈഡുകളിലിരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറ്റുന്ന സാമ്പത്തിക സഹായം രോഗികളായിട്ടുള്ളവർക്കും ആരോരു പോലും ഇല്ലാത്തവർക്കുമൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ 2-3 മാസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പറ്റുന്ന അവസരങ്ങളിലൊക്കെ കുമ്പസാരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാനും പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഈശോയുടെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാതെ കൃത്യസമയത്ത് ഈശോയ്ക്ക് വേണ്ടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും അങ്ങനെയുള്ള ആത്മീയമായ ഒരുപാട് മുന്നേറ്റം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു.